എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അബ്ദുൽ അഹദ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട് ഇപ്രാവശ്യം. അതായത് ദിലീപ് ഫുട്ബോളിനെ കുറിച്ചുള്ള ഇത്രയും ഇൻഡെപ്ത് നോളജ് ഉള്ള ഒരാൾ ഒരു കോച്ചായിട്ട് വരികയാണെങ്കിൽ എൻ്റെ മുമ്പിൽ ആ ഒരു ടീമിന്റെ ടീം കാര്യം വര ഒരു കഷ്ടായി. ടീം ഒരു ടീം വരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ടീം അതായിരിക്കും എന്നാണ് അഹദ് ഈ ചോദിക്കുന്നത്. ഈ ലോകകപ്പിലോ? ഈ ലോകകപ്പായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും ഫ്രാൻസ് തന്നെ. ഞാൻ പണ്ട് വീഡിയോയിൽ മാത്രമേ ഞാൻ 70-ത്തെ ബ്രസീലിനെ കണ്ടിട്ടുള്ളൂ. ഉം. അതുപോലെ പക്ഷെ എല്ലാ ഭാഗത്തുനിന്നും ഒരു ത്രെറ്റ് വരുന്ന ഒരു ടീം. ഇവരൊന്നും എങ്ങനെ മാൻ മാർക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയും സ്പീഡ് ഉണ്ട്. ഉം. മറ്റേ ലോ ബ്ലോക്കിൽ കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഡ്രിബ്ലിങ്ങും ഇതൊക്കെ ഉം. എല്ലാ കഴിവുകളുള്ള കളിക്കാരാണ്. ഇപ്പൊ ഡെമ്പേലെ ആയാലും ഒളീസെ, ഉം. എംബാപ്പെ, ഇവർക്കൊക്കെ. അപ്പൊ ഇവരെങ്ങനെ തടുക്കുന്നുള്ള ഒരു ചോദ്യം വരും. അപ്പൊ ഉം. ഒരിക്കൽ സച്ചിനോട് എങ്ങനെ ബോൾ ചെയ്യണം എന്നൊരു കളിക്കാരൻ ഡെനിസ് ലില്ലിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പോയി പ്രാർത്ഥിച്ചോ. അതുപോലെ ഏകദേശം ആ, അതാണ് ആ. ഫ്രാൻസിന്റെ എതിരെ വേണ്ടി വരിക. ഇതിൽ അഹദ് ചോദിക്കുന്നുണ്ട്, ദിലീപിന് ഇതുവരെയുള്ള ഈ ലോകകപ്പിന്റെ കളികളിൽ ഉം. ഇഷ്ടപ്പെട്ട കളിക്കാരൻ, ടീം ഒക്കെ ഏതെന്നുള്ളത്. കളിക്കാരൻ ഉം. അതിപ്പോ അറിയണ കളിക്കാരെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് വലിയ ഉം. കാര്യമില്ല. അപ്പൊ അധികം ശ്രദ്ധയിൽ വരാത്ത കളിക്കാരിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ മെക്സിക്കോന്റെ കിനോണിഷ് ഭയങ്കര ഉം. ഫിനിഷിംഗ് ആയിരുന്നു. അത് നല്ലൊരു ഫിസിക്കൽ പ്ലെയർ. അതെ. ഉം. എനിക്ക് തോന്നുന്നത് സൗദിയിൽ കുറെ പൈസ കിട്ടുന്നുണ്ടാവും, പക്ഷെ വേറെ കുറെ വലിയ ക്ലബ്ബുകൾ ഉം. നോക്കണ ഒരു കളിക്കാരനായിരിക്കും. പിന്നെ ടീമായിട്ട് നോക്കുകയാണെങ്കിൽ യു എസ് എ പ്രതീക്ഷിക്കാത്ത പോലെ ഉം. ഞാൻ പ്രതീക്ഷിച്ചതിനും വളരെ നന്നായിട്ട് കളിച്ചിട്ടുള്ള ഒരു ടീം അമേരിക്ക. ഇപ്പൊ ഫ്രാൻസിനെ പറ്റിയൊക്കെ എനിക്ക് അതെ, മുമ്പേ അതെ. വലിയ ഉം. 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 പ്രതീക്ഷയുള്ള ടീമായിരുന്നു. യു എസ് എയും സ്വിറ്റ്സർലൻഡും ആണ് ശരിക്കും ഞാൻ വിചാരിച്ചതെന്നും ഒരു 2 ലെവൽ മേലെ കളിച്ചിട്ടുള്ള 2 ടീംസ്. ഇതിലിപ്പോ ഒരു പിന്നെ ദിലീപ് ഇപ്പോൾ ഒരു സ്കൗട്ടിംഗ് ഇതിന്റെ ഒരു ഹെഡൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരാളെ പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ ആളെ പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ പ്രീമിയർ ലീഗിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബുണ്ടസ് ലീഗയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. ഇപ്പൊ പല കളിക്കാരെ ഇപ്പൊ തന്നെ കൊത്തിക്കൊണ്ടുപോയി കഴിഞ്ഞു. ഇപ്പൊ അതെ. ഉം. മറ്റേ ഐവറി കോസ്റ്റിന്റെ ടൂറ് ഇപ്പൊ ന്യൂ കാസിൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഉം. അപ്പൊ അവരെയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കളിയിൽ പ്രത്യേകിച്ച് ആ സ്പീഡും ശക്തിയും രണ്ടും ഇപ്പൊ ആദ്യ ഫുട്ബോൾ വളരെ ഫിസിക്കൽ ആയിട്ടുണ്ട്. ആ ഉം. പണ്ടത്തെ ആ ഒരു ടിക്കി ടാക്ക സ്റ്റൈലിൽ നിന്ന് മാറി ഉം. കുറച്ചും കൂടി ഒരു അഗ്രസീവ് ഒരു ഉം. ഫിസിക്കൽ ഒരു ഇതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഉം. അപ്പോൾ പ്രത്യേകിച്ച് ഈ ആഫ്രിക്കയിൽ നിന്നുള്ള ചെറുപ്പക്കാർക്കൊക്കെ നല്ലൊരു ഉം. സമയമാണ് ഇപ്പൊ ശരിക്കും. പലരും അവരെ സ്കൗട്ട് ചെയ്യുന്നുണ്ടാവും, എല്ലാ ആഫ്രിക്കൻ ഉം. ടീംസും. ഉം. ഡോക്ടർ ഡിക്റ്റിൻ ജെ പൊന്മലയുടെ ചോദ്യമാണ്. ബ്രസീലിനെതിരായ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ആദ്യ പകുതിയിൽ നോർവേ കളിച്ച കളി കണ്ട് സങ്കടം തോന്നി. ഹാലൻഡിനെ പോലെ ഇത്രയും ഉയരമുള്ള സ്ട്രൈക്കർ ഉണ്ടായിട്ടും വിങ്ങുകൾ കൂടി ഓടിക്കയറി ഒരു ക്രോസ് പോലും കണ്ടില്ല. ശരിക്കും ടാക്ടിക്കലി നോർവേ കളിക്കേണ്ടത് ലോങ് ബോൾ ഗെയിം അല്ലേ? പിന്നീട് ആദ്യ ഗോൾ വന്നത് ഒരു ക്രോസിൽ നിന്നാണ്. രണ്ടാമത്തേത് അതിനേക്കാളും മികച്ച ഗോളായിരുന്നു. വിങ്ങിൽ മുന്നോട്ട് പോയി ക്രോസ് കൊടുത്തപ്പോഴെല്ലാം ബ്രസീലിയൻ ഡിഫൻസ് പൊട്ടുന്നത് കാണാമായിരുന്നു. വരും മത്സരങ്ങളിൽ നോർവേ ഈ പ്രശ്നവും കൂടി പരിഹരിച്ചാൽ കൂടുതൽ ശക്തമാവില്ലേ? അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നോർവേ ഡിഫൻസിന് ഇവരുടെ പേസ് നല്ല പേടിയുണ്ടായിരുന്നു. വിനീഷ്യസ് ആയാലും മത്താസ് കുഞ്ഞറായാലും ഇവരൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള കളിക്കാർ. അപ്പം ഫുൾ ബാക്സിന് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ, ഇവരെങ്ങാനും പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം ആ ഒരു ഫസ്റ്റ് ഹാഫ് അവർ കുറച്ച് സൂക്ഷിച്ചിട്ട് തന്നെയാണ് കളിച്ചത്. പിന്നെ അവരുടെ സ്വന്തം വിങ്ങേഴ്സ് ആന്റോണിയോ ന്യൂസയും പിന്നെ ഇന്നലെ സോളോത്ത് കുറച്ച് വൈഡായിട്ടാണ് കളിച്ചത്. അവർ രണ്ടുപേരും അത്ര മികച്ച പ്രദർശനമായിരുന്നില്ല. അതാണ് രണ്ടുപേരെയും ഹാഫ് ടൈം ആവുമ്പോൾ മാറ്റിയത്. ന്യൂസ് 2-3 തവണ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷൻസിൽ ബ്രസീലിന് ബോൾ കൊടുത്തു. അപ്പോൾ അതൊക്കെ കാരണം അവർ ഒരു സേഫ്റ്റി ഫസ്റ്റ് ഷെൽഡ്രിപ്പ് വന്നപ്പോൾ അപ്പം തന്നെ ക്രോസ് വരാനും തുടങ്ങി. ക്രോസ് മാത്രമല്ല സ്ക്വയർ ബോളും, അതിന്നാണ് ഹാലൻഡ് ഗോൾ അടിക്കുന്നത്. ഈ നോർവേ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഡേഞ്ചറസ് ആയി മാറുമോ എന്നുള്ള ഒരു അവര് എല്ലാ ടീമുകളും അവര് തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. ഇപ്പൊ ഇന്നലെയൊക്കെ ഹാളണ്ടിന് 2 ചാൻസ് 3 ചാൻസാ കിട്ടിയത്, 2 ഗോളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ടീമിനെതിരെ നിങ്ങൾ 1 മിനിറ്റ് പോലും സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രല്ല അവർക്ക് വേറെ ത്രെറ്റ്സും ഉണ്ട്. ഓഡെഗാർഡൊക്കെ ഇന്നലെ ഉഗ്രനായി കളിച്ചു. ശരിക്കും ഏറ്റവും നല്ല മിഡ്ഫീൽഡർ. ഞാൻ നേരത്തെ ഷോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രസീൽ മിഡ്ഫീൽഡേഴ്സിന്റെ നാടായിരുന്നുന്ന്. പക്ഷെ ഇന്നലത്തെ കളിയിൽ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ മാർട്ടിൻ ഓഡെഗാർഡാണ്. ഇതിൽ ഹാലൻഡിനെ പറ്റി പറയുന്ന സമയത്തെ ഒരു സംശയമുള്ള എന്താ വെച്ചാൽ ഒരു സ്റ്റേഷനറി പ്ലെയർ എന്നുള്ള രീതിയിലാണല്ലോ.
ഹാലൻഡ് ഉള്ളത്. ഹാലൻഡ് ഓടി നടന്നിട്ട് ഇപ്പം നമ്മൾ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ കാണുന്ന ഒരു പ്ലെയർ അല്ല അല്ല. അല്ല അപ്പം അതുകൊണ്ട് തന്നെ ടാക്കിൾ ചെയ്യാൻ ഒരു എഫക്റ്റീവായ ഒരു ടാക്ലിംഗ് ഇതും മറ്റേ എതിർ ടീം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാലൻഡ് കുടുക്കപ്പെടുമോ അടുത്ത കളിയിൽ? പക്ഷെ ആര് ഇത്രയും സ്പീഡും ശക്തിയുള്ള ഒരാളെ ആര് മാർക്ക് ചെയ്യും? ഇപ്പൊ ഉം. ഇംഗ്ലണ്ടിന്റെ സെന്റർ ബാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ കളി തുടങ്ങിയത് മെക്സിക്കോനെതിരെ തുടങ്ങിയത് എസ്രി കോൺസയും മാർക്ക് ഗേഹിയാണ്. രണ്ടുപേരും വീക്ക് പ്ലെയേഴ്സ് ഒന്നുമല്ല, പക്ഷെ ഹാളൻഡിന് അങ്ങനത്തെ പ്ലെയേഴ്സിനെ ശരിക്കും ഫിസിക്കലായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഉം ഉം. ജോൺ സ്റ്റോൺസ് ആണെങ്കിൽ കുറേ പരിക്കുകൾ സംഭവിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ്. ഉം ഉം. അപ്പൊ ഇതിൽ ഹാളൻഡിനെ പിടിച്ചു വെക്കാൻ ആർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വലിയൊരു ചോദ്യമാണ്. അടുത്ത കുറച്ച് ചോദ്യങ്ങൾ അർജന്റീനയുടെ കളിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിസാം പി എസിന്റെ ചോദ്യം, ഇനി വരുന്ന മത്സരങ്ങളിൽ ഗോളികൾക്ക് കൂടുതൽ പ്രാധാന്യം, സ്വാഭാവികമായിട്ടും നോക്കൗട്ടിൽ പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ വരുമ്പോൾ ഗോളികൾക്ക് പ്രാധാന്യം വരും. അപ്പോൾ ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഒരു ഗോൾ സേവർ, പെനാൽറ്റി ഗോൾ സേവർ ആണ് എമി മാർട്ടിനസ്. എമി മാർട്ടിനസ് ഉള്ളത് അർജന്റീനയ്ക്ക് ഒരു കൂടുതൽ ഒരു ശക്തി നൽകില്ലേ ഷൂട്ടൗട്ടുകൾ വരുമ്പോഴെന്നാണ് ചോദിക്കുന്നത്. അത് ഏതൊരു കളിക്കാരന് മുമ്പ് പെനൽറ്റി ഷൂട്ടൗട്ടിൽ ഷോട്ട് സേവ് ചെയ്ത അനുഭവം ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ മൊറോക്കോൻ്റെ യാസിൻ ബൂണുവിൻ്റെ കാര്യത്തിൽ ഇത് കണ്ടു. ഒരു ഷൂട്ടൗട്ടിൽ നെതർലൻഡ്സിനെതിരെ അവർ പണ്ടത്തെ അതിന്ന് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ എടുക്കും. പക്ഷെ ഇപ്പൊ ഈ ലോകകപ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ നോർവേയുടെ കീപ്പർ ബ്രസീലിനെതിരെ ഒരു പെനൽറ്റി സേവ് ആ. ചെയ്യുന്നു. ജോർഡൻ പിക്ഫോർഡ് കരിയറിൽ പല പെനൽറ്റീസും സേവ് ചെയ്തിട്ടുള്ള കളിക്കാരനാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ഇനി വരാൻ പോണ കളിയിലത്തെ ഒരുവിധം എല്ലാ ഫ്രാൻസിൻ്റെ കീപ്പർ അപ്പം ഇവരൊക്കെ അനുഭവമുള്ള കളിക്കാരാണ്. അപ്പം അങ്ങനെ ഒരു ടീമിന് മാത്രം മുൻതൂക്കം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മാർട്ടിനസ് ഒരു പ്രൂവൺ പെനൽറ്റി സ്റ്റോപ്പറാണ്. അടുത്ത ചോദ്യം ആകാശ് മോഹനാണ് ചോദിച്ചിരിക്കുന്നത്. 2022 ലോകകപ്പിലെ അർജന്റീനയുടെ ഒരു ടാക്ടിക്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ ചോദ്യം വായിക്കാം. 2022 ലോകകപ്പിൽ അർജന്റീനയുടെ വിജയത്തിൽ ടീമിന്റെ ക്വാളിറ്റിയും ഒത്തിണക്കത്തിന്റെയും പോലെ തന്നെ പ്രധാനമായിരുന്നു ലയണൽ സ്കലോണിയുടെ ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി. ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സിന്റെ ശക്തമായ മുന്നേറ്റ നിരയെ ചെറുക്കാൻ 3 സെന്റർ ബാക്സ് ആയാണ് അർജന്റീന ഇറങ്ങിയത്. സെമിയിൽ ക്രൊയേഷ്യ മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യാതിരിക്കാൻ 4-4-2 ഫോർമേഷനിലും കളിച്ചു. ഫൈനലിൽ നോക്കൌട്ട് ഘട്ടത്തിൽ അതുവരെ സ്റ്റാർട്ട് ചെയ്യാതിരുന്ന എന്നാൽ കളിച്ച എല്ലാ ഫൈനലുകളിലും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഏഞ്ചൽ ഡി മരിയയെ സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ ഇറക്കുകയും ചെയ്തു. ഇത്തരത്തിൽ എതിരാളികൾക്കനുസരിച്ച് കളിയുടെ ശൈലി മാറ്റുന്ന രീതി ഇത്തവണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് മുന്നോട്ടുള്ള വഴിയിൽ അത്ര പരിചിതരല്ലാത്ത എതിരാളികളും ഉണ്ടാകാമെന്ന സാഹചര്യത്തിൽ. സ്കലോണി ശരിക്കും ഒരു കാർലോ ആൻസലോട്ടി ടൈപ്പ് കോച്ചാണ്. അങ്ങനെ ഒരു ഫിക്സ്ഡ് ഞാൻ ഈ വഴി മാത്രമേ കളിക്കുള്ളൂ എന്ന് പറയുന്ന ഒരാളല്ല. അപ്പം അത് കാരണം ഏത് ടീമിനെതിരെയാണ് കളിക്കണത്, അല്ലെങ്കിൽ തനിക്ക് ഏത് കളിക്കാരാണ് ഇപ്പം ഉള്ളത്, അതനുസരിച്ചിട്ട് സിസ്റ്റം മാറ്റും. അത് ഒരു നല്ലൊരു കോച്ചിൻ്റെ ലക്ഷണമാണ് ശരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു നല്ലൊരു സെൻറ്റർ ഫോർവേഡ് ഇല്ലെങ്കിൽ ഒരു 4-2-3-1 കളിച്ചിട്ട് വലിയ കാര്യമില്ല. എന്താ വെച്ചാൽ അവരെ ഒറ്റയ്ക്ക് അയാളവിടെ അലിഞ്ഞു തിരിയുന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം അതൊക്കെ നോക്കിയിട്ടാണ് നല്ല കോച്ചസ് എപ്പോഴും. ഇപ്പം ആൻസലോട്ടിക്ക് ഒരു ആൻഡ്രിയ പെർലോ ഉണ്ടായിരുന്നപ്പോൾ ഒരു 4-1-2-1-2 കളിക്കാൻ പറ്റുമായിരുന്നു. ഒരു ഷെവ്ചെങ്കോ പോയപ്പോൾ 2 സ്ട്രൈക്കർ മാറി ഇൻസാഗി മാത്രമായപ്പോൾ 4-3-2-1 ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന ഫോർമേഷനാക്കി മാറ്റി. അപ്പം അതേപോലെ തന്നെ സ്കലോണി കഴിഞ്ഞ ലോകകപ്പിൽ അത് ശരിക്കും കാണിച്ചു. ഓരോ ടീം ആരെയാണ് നിങ്ങൾ കളിക്കണം അതനുസരിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. പിന്നെ ഏത് കളിക്കാർ, ഇപ്പം ചില കളിക്ക് നിങ്ങൾക്ക് ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കിനെ ആയിരിക്കും വേണ്ടത്. ചിലതിൽ കുറച്ച് ഇപ്പം അവർക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വിങ്ങർ ഉണ്ട്, ഒരു എംബാപ്പെ ഉണ്ട്. അപ്പം ശരിക്കും നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാനും കളിക്കാരനെ തടുക്കാനും പറ്റുന്ന ഒരു ഫുൾ ബാക്കാണ് വേണ്ടത്. മുന്നോട്ട് പോകുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ പണി കിട്ടും. അപ്പം അത് നോക്കിയിട്ട് മാറ്റം വരുത്തുന്ന ഒരു കോച്ചാണ് സ്കലോണി. ഈ ലോകകപ്പിൽ അർജന്റീനയുടെ ഇതുവരെയുള്ള കളികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത പോലെ തോന്നുന്നില്ലേ? വലുതായിട്ട് ആവശ്യം വന്നിട്ടില്ല. എന്താ വെച്ചാൽ അവർക്ക് ഇതുവരെ ശരിക്കും ഒരു വലിയൊരു ടെസ്റ്റ് എന്ന് പറയാൻ ഒരു കളി ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ബ്രസീലിന് ജപ്പാനെ കളിക്കേണ്ടി വന്നു, പിന്നെ നോർവേ കളിക്കേണ്ടി വന്നു, ഗ്രൂപ്പിൽ മൊറോക്കോനെതിരെ. ഈ കളികളിലൊക്കെ അതനുസരിച്ചിട്ട് അവർക്ക് മാറ്റേണ്ടി വന്നു ഓരോ കാര്യങ്ങൾ. അതേപോലെ ഇപ്പം ഇംഗ്ലണ്ട് ആയാലും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മിക്ക കോച്ചസിനും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അർജന്റീന ഓസ്ട്രിയ ഒഴിച്ച് ശരിക്കും അവരെ
90 മിനിറ്റും ടെസ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റും. കേപ്പ് വെർഡെ ശരിക്കും ചെയ്തു. അത് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് അർജന്റീനയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് കാരണമായിരുന്നു. അല്ലാതെ ശരിക്കും കളിക്കാരുടെ മികവ് വെച്ച് നോക്കിയാൽ അത് എളുപ്പത്തിൽ ജയിക്കേണ്ട ഒരു കളിയാണ്. അടുത്തത് പല അർജന്റീന ആരാധകരുടെയും ഒരു ആശങ്കയായിരിക്കും ഈ ചോദ്യം. യസീദിന്റെ ചോദ്യമാണ്. അർജന്റീന കഴിഞ്ഞ കുറച്ച് ലോകകപ്പുകളിൽ കാര്യമായിട്ട് ആശ്രയിക്കുന്നത് ലയണൽ മെസ്സിയെയാണ്. ലയണൽ മെസ്സിയുടെ സാന്നിധ്യം ഇല്ലാത്ത ഒരു അർജന്റീന എങ്ങനെയായിരിക്കും? അങ്ങനത്തെ ഒരു കളിക്കാരനെ റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് യാഥാർത്ഥ്യം. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പോൾ ഒരു മാരഡോണ ഇല്ലാത്തൊരു അർജന്റീന. ഇപ്പൊ മാരഡോണ വിരമിക്കുന്നതിന് മുമ്പ് തന്നെ 91-ലും 93-ലും കോപ്പ അമേരിക്ക കളിച്ചില്ല തോന്നുന്നു. അപ്പൊ പല പല വ്യക്തിപരമായ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുള്ള സമയമാണ്. പക്ഷെ ആ 2 കോപ്പ അമേരിക്കയും അർജന്റീന ജയിച്ചു. അപ്പോഴാണ് ഒരു പുതിയ തലമുറ ബാറ്റിസ്റ്റൂട്ട, ബാൽബോ, റെഡോണ്ടോ, സിമിയോണി കുറേ കളിക്കാർ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അർജന്റീന പോലത്തെ ഒരു ഇത്രയും ഫുട്ബോൾ പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും കളിക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരും മെസ്സിയുടെ ഒരു ലെവലിലായിരിക്കില്ല, അത് സാധ്യമല്ല. പക്ഷെ അതിന് പകരം 2, 3, 4 ആൾക്കാർ വന്നാൽ അവർ അത്ര തന്നെ നല്ല ടീമായിരിക്കും. അടുത്തത് ഫ്രാൻസിസിന്റെ ചോദ്യം. കേപ്പ് വെർദയ്ക്കെതിരായ മത്സരം അർജന്റീനയ്ക്ക് ഒരു വേക്കപ്പ് കോൾ ആയിരുന്നു. ടീമിന്റെ മുന്നോട്ടുള്ള സാധ്യതകൾ അറിയാൻ ആഗ്രഹമുണ്ട്. വിങ് ബാക്കുകളാണോ മിഡ്ഫീൽഡ് ആണോ ഈ ലോകകപ്പിൽ അർജന്റീനയുടെ യഥാർത്ഥ പ്രശ്നം? സ്ക്വയർ പാസുകൾ മാത്രമേ കാര്യമായി കാണുന്നുള്ളൂ, ത്രൂ ബോളുകൾ കാണുന്നില്ല, ക്രിയേറ്റീവ് പ്ലേ ഇല്ല, ബോൾ സ്ലോ മൂവിംഗ് ആണ്. ദിലീപിന് എന്ത് തോന്നുന്നു? നമ്മൾ എപ്പോഴും ഒരു ടീമിനെ ജഡ്ജ് ചെയ്യേണ്ടത് അവർ ഏത് ടീമിനെതിരെ കളിച്ചു, അവർക്ക് എത്ര പരിശ്രമിക്കേണ്ടി വന്നു എന്നൊക്കെ നോക്കണം. ഇപ്പൊ അർജന്റീനയ്ക്ക് ശരിക്കും ആ ഓസ്ട്രിയ കളി ഒഴിച്ച് അവരുടെ ഒരു ടോപ്പ് ഗിയറിൽ എത്തേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല മിക്ക കളികളിലും. അപ്പൊ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ശരിക്കും അവരെ ജഡ്ജ് ചെയ്യാൻ തയ്യാറില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഈജിപ്റ്റാണ്. ഈജിപ്റ്റ് മിക്കവാറും ഒരു ഡിഫെൻസീവ് ഒരു ഫോർമേഷൻ ആയിട്ടാണ് ഇറങ്ങുക. അത് അർജന്റീനയ്ക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള ടഫ് മാച്ചസ് വരാൻ പോകണം. അപ്പോഴേ നമുക്ക് ശരിക്കും അറിയുള്ളൂ. ഇപ്പം ഇതുവരെ ഈ മിഡ്ഫീൽഡേഴ്സ് ആയാലും ഇപ്പം എൻസോ ഫെർണാണ്ടസ്, മെക്കാലിസ്റ്റർ, ഡിപ്പോൾ ഇവരൊക്കെ മികച്ച കളിക്കാരാണ്. പക്ഷെ അവർക്ക് അവരുടെ ഫുൾ കഴിവ് കാണിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇതുവരെയുള്ള കളിയിൽ മിക്കതിലും മെസ്സിക്ക് ബോൾ എത്തിച്ചു കൊടുക്കുക, ഗോൾ അടിക്കുക. പക്ഷെ നല്ല ടീമിനെതിരെ അത് മാത്രം ശരിയാവും ചെയ്യില്ല. അപ്പൊ അത് കാരണം അവരുടെ കഴിവുകളും പ്രകടിപ്പിക്കേണ്ടി വരും ആ കളികളിൽ. അടുത്തത് ജയദേവ് ശേഖറിന്റെ ചോദ്യം. ഇതും അർജന്റീന ടീമിന്റെ ഒരു ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അർജന്റീനയിൽ നിന്ന് മെസ്സിയെ ഒഴിവാക്കിയാൽ അതൊരു ലോക നിലവാരമുള്ള ടീമാണെന്ന് പറയാൻ പറ്റുമോ? കളി കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. ആവശ്യമില്ലാതെ കളി പലപ്പോഴും അവരുടെ ഡിഫൻഡേഴ്സ് നിയന്ത്രിക്കുന്നത് പോലെ തോന്നുന്നു. കളിയുടെ ഗതിവേഗം കുറയ്ക്കാൻ ഇത് കാരണമാവുകയും എതിർ ടീമിന് എളുപ്പത്തിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ ഒരു നല്ല പ്ലേ മേക്കറുടെ കുറവ് അവരുടെ മിഡ്ഫീൽഡിൽ മുഴച്ചു നിൽക്കുന്നില്ലേ? നല്ലൊരു പ്ലേ മേക്കർ എന്ന് പറഞ്ഞാൽ അതിപ്പം മിക്ക സൗത്ത് അമേരിക്കൻ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പക്ഷെ നമ്മൾ തലമുറകൾ ഓരോന്നും മാറുന്തോറും ഇങ്ങനെ കമ്പാരിസൺസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഈ ഒരു ടീമിനൊരു റെഡോണ്ടോ അല്ലെങ്കിൽ ഒരു വെറോൺ, റിക്കൽമെ ആ ഒരു ടൈപ്പ് കളിക്കാരനില്ല, അത് ശരിയാണ്. പക്ഷെ ഇവർ 3 പേരും കൂടി എൻസോ ഫെർണാണ്ടസ്, മെക്കാലിസ്റ്റർ, ഡിപ്പോൾ അവരൊരു വളരെ ഇഫക്റ്റീവ് ഒരു മിഡ്ഫീൽഡാണ്. എല്ലാവരും ഓരോ ജോലികൾ ചെയ്യാൻ മിടുക്കന്മാരാണ്. മെക്കാലിസ്റ്റർ കുറേം കൂടി ത്രൂ ബോൾ കൊടുക്കും, എൻസോന് ബോക്സിലേക്ക് ഓടാൻ പറ്റും, ഡിപ്പോൾ പിന്നെ ഒരു എന്താ പറയുക പെർപെച്വൽ റണ്ണിങ് മെഷീൻ പോലെയാണ്. അപ്പം അവർ ഒരുമിച്ച് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നു നിക്കോ പാസിനൊക്കെ കുറച്ചും കൂടി ഒരു റോള് കാണും നമ്മൾ. അത് ചിലപ്പോൾ ഈജിപ്തിനെതിരെ ആയിരിക്കും. വിങ്സ് എന്നുള്ള ശരിയാണ്, ഫുൾ ബാക്സിൻ്റെ അടുത്ത് നിന്ന് വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അതും പക്ഷെ മാറിക്കൂടെ ഇല്ല, ഇവർ നല്ല കളിക്കാരൊക്കെ തന്നെയാണ്. ഇപ്പം മൊളീന ആയാലും മെഡീന ആയാലും ഒക്കെ. ടാഗ്ലിഫിക്കോ പിന്നെ എല്ലാ കളിയൊന്നും കളിച്ചിട്ടില്ല. അപ്പം ഇനി സമയമുണ്ട് ജഡ്ജ് ചെയ്യാനായിട്ടില്ല. അവസാനത്തെ ചോദ്യം ലോകകപ്പിൽ നിന്ന് പുറത്തായ ജർമ്മനിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നവീൻ ചന്ദ്രശേഖറാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ലോകകപ്പിൽ നിന്ന് പുറത്തായ ജർമ്മനിയുടെ പുതിയ ഹെഡ് കോച്ച് ആവാൻ ലിവർപൂളിന്റെ യൂർഗൻ ക്ലോപ്പ് സമ്മതം മൂളിയതായി അറിഞ്ഞു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ടീമിന്റെ ഭാവി എങ്ങനെ നിർണ്ണയിക്കും? കോച്ച് മാറിയത് കൊണ്ട് മാത്രമായോ? പ്രഗത്ഭരായ താരങ്ങളുടെ അഭാവം ജർമ്മനിയുടെ പ്രതിസന്ധി തന്നെയല്ലേ?
തീർച്ചയായിട്ടും. കളിക്കാരാണ് ഇപ്പൊ ഒരു കോച്ചിനും ഇപ്പൊ മന്ത്രവാദിയൊന്നും അല്ലല്ലോ ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ കളിക്കാര് വേണം. പക്ഷെ ക്ലോപ്പിന്റെ ഏറ്റവും വലിയൊരു കഴിവ് ഞാൻ ഒരു ലിവർപൂൾ ഫാൻ ആയതുകൊണ്ട് കൂടി പറയാണ്. ആരും സൂപ്പർ താരങ്ങളാണെന്ന് വിചാരിക്കാത്ത കളിക്കാരെ ആ ഒരു ലെവലിൽ എത്തിച്ചു. ഇപ്പൊ മുഹമ്മദ് സാല റോമേന്ന് വരുമ്പോ ആരും വിചാരിച്ചിട്ടില്ല 9 സീസൺ അടുപ്പിച്ച് 20 ഗോളൊക്കെ അടിക്കുന്ന്. മറ്റേ വൈനാൾഡം ന്യൂകാസിൽന്ന് വരുമ്പോ ഒരു സൂപ്പർ താരമൊന്നും ആയിരുന്നില്ല. ആൻഡ്രൂ റോബർട്ട്സൺ വരുന്ന ഹൾ എന്ന് പറഞ്ഞ ആരും കേൾക്കാത്തൊരു ക്ലബ് എന്നായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ കൊണ്ട് ഒരു സൂപ്പർ ടീം സൃഷ്ടിക്കാൻ പറ്റി. അപ്പൊ തീർച്ചയായിട്ടും ഒരു ചെറുപ്പക്കാരെ കുറെ നല്ല യങ് പ്ലെയേഴ്സ് ഉണ്ട് ജർമ്മൻ ബുണ്ടസ് ലീഗയിൽ. അതാണ് അവർ പലരും ഇപ്പൊ ഫ്ലോറിയൻ വേർട്സ് ഒക്കെ UK വന്നു, ലിവർപൂളിന്റെ കൂടെയാണ്. ഇപ്പൊ വേറെ പലരും വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പലരും ഇപ്പൊ മെഡ്രിഡ് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കളിക്കാരില്ലാത്തതല്ല കാര്യം. ഇപ്പൊ ഹോഫൻഹൈമിന്റെ ഒക്കെ ഏറ്റവും മികച്ച ഒരു കോച്ചിങ് സിസ്റ്റമാണ് ഇവിടുന്നൊക്കെ. ഞാൻ ആൾക്കാരോട് പോയി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി കാണേണ്ട ഒരു അക്കാഡമി സിസ്റ്റമാണ്. അപ്പൊ ആ ടാലന്റ് പൂളല്ല പ്രശ്നം. അത് എന്തോ കാരണവശാൽ അവർ കളിക്കണ ഒരു ശൈലി ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ ഒരു വീക്ക് ടീമായി മാറിയിട്ടുണ്ട് ജർമ്മനി. പണ്ട് നമ്മളെപ്പോഴും ഏറ്റവും ശക്തമായി കണ്ടിരുന്ന ഒരു ടീം ഇപ്പൊ ഒരു ക്യാരക്ടറും ഒരു ശക്തി ഇല്ലാത്തൊരു ടീം. അത് തീർച്ചയായിട്ടും ക്ലോപ്പ് മാറ്റും. ഇതിനകത്ത് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം നമ്മളിപ്പം പിന്നെ ഇംഗ്ലണ്ട് ടീമിനെ പറ്റി പറഞ്ഞു, ഇന്നലെ അതെ. കളിച്ച ഇംഗ്ലണ്ട് ടീം. അതെ. അതിനകത്ത് നമ്മൾ എന്ത് പറയുമ്പോഴും ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഫുട്ബോളിൻ്റെ ഒരു നാഷണൽ ടീം എന്നുള്ള രീതിയിൽ മാത്രമല്ല. അപ്പോൾ അതിനകത്ത് പ്രീമിയർ ലീഗ് ആയാലും ചെറിയ ചെറിയ ഒരുപാട് സംഗതികളിനകത്തും ഫുട്ബോൾ എന്നുള്ള സംഗതിയിൽ ഒരു വർഷം മുഴുവൻ ജീവിക്കുന്ന ടീമാണ്. എന്തുകൊണ്ട് ജർമ്മനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? ജർമ്മനിയുടെ പിന്നെ ഇന്റേണൽ ലീഗുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകളല്ലേ? ജർമ്മനിയിൽ വലിയൊരു പ്രശ്നം ഒരു ക്ലബിന്റെ ഡോമിനൻസ് ആണ്. അത് ഇപ്പൊ ഇത്രയും കാലമായിട്ട് അവസാനം ശരിക്കും ബയേൺ മ്യൂണിക്കിന് ഒരു ചാലഞ്ച് വന്നത് ക്ലോപ്പിന്റെ ഡോട്ട്മണ്ട് ആയിരുന്നു. അതിപ്പോ 13-14 കൊല്ലം വർഷം. മുമ്പാണ്. അപ്പൊ അതിനുശേഷം ഈ ഒരു ടീം മാത്രം ഡോമിനേറ്റ് ചെയ്യുമ്പോൾ അവര് ബാക്കി നല്ല ടീംസ് നിന്നൊക്കെ കളിക്കാർ ഇങ്ങോട്ട് വരുത്തും. ഒരു മാഗ്നറ്റ് പോലെയാണ് ശരിക്കും, എല്ലാം ഇവിടെ എത്തും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എല്ലാ ടീമുകളും ഒരു 2ാം സ്ഥാനത്തിന് കളിക്കണം പോലെയാണ്. അതൊരിക്കലും ഒരു ഹെൽത്തി സിറ്റുവേഷൻ. ഫ്രാൻസിൽ ഇതേ പ്രശ്നമാണ്. ശരിക്കുള്ള ഒരു ടൈറ്റിൽ റേസ് വേണം. ഒരു നാഷണൽ ടീമിനും അത് നല്ലതാണ് ശരിക്കും. ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ ഒരു 10-15 കൊല്ലം മുമ്പ് ഇതൊരു വലിയൊരു ചർച്ചയായിരുന്നു. ഈ നല്ല ടീമുകളിൽ ആരും ഇംഗ്ലീഷ് കളിക്കാരെ കളിപ്പിക്കുന്നില്ല എന്നുള്ളൊരിത്. ഇപ്പം പക്ഷെ ആർസണലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സാക്കയുണ്ട്, മറ്റേ മൈൽസ് ലൂയിസ് കെല്ലി, ചെൽസിയുടെ അക്കാഡമി അനേക കളിക്കാരെ വാർത്തെടുക്കുന്നുണ്ട്. ലിവർപൂളിൽ നിന്ന് ഇപ്പൊ നല്ല കളിക്കാർ ഈ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു അക്കാഡമിയാണ് ഇപ്പൊ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഫോക്കസ് മാറിയിട്ടുണ്ട്. നമുക്ക് ഡോമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഒക്കെ വന്നത് കാരണം പ്രത്യേകിച്ചും അത് സ്വന്തം നിങ്ങൾ വാർത്തെടുക്കുകയാണെങ്കിൽ എത്രയോ പ്രോഫിറ്റ് കാണിക്കുക. ഒരു കളിക്കാരനെ വിൽക്കുമ്പോൾ അത് പ്യുവർ പ്രോഫിറ്റ് ആണ്. മറ്റേത് നമുക്ക് അത് കിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിനോട് കണക്ട് ചെയ്ത് വായിക്കാവുന്ന ഒരു സാധനം ദിലീപ് ഒപ്പം പറയുന്ന ഒരു സംഗതിയാണ്. കാരണം IPL എത്രമാത്രം ഈവൻ ടെസ്റ്റ് ക്രിക്കറ്റിന് വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. കാരണം വെച്ചാൽ ഈ കളിക്കാരെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു വലിയ സമ്പ്രദായം ക്രിക്കറ്റ്. അതും പൈസയുടെ ഒരു ഫംഗ്ഷനാണ്. IPL എന്തുകൊണ്ട് ഏറ്റവും മികച്ച ലീഗായി ഏറ്റവും പൈസ കിട്ടുന്ന ലീഗ്. അത് തന്നെയാണ് EPLന് ചെയ്യാൻ പറ്റിയത്. അവർക്ക് ഏറ്റവും പൈസ കിട്ടുന്ന ലീഗ് അവരാണ്. അത് കാരണമാണ് ഇപ്പൊ ഒരു ബ്രൈറ്റൺ, ഒരു ബോൺമത്ത്, ഇവർക്കൊക്കെ ബോക്ക ജൂനിയേഴ്സിന്റെ ഒക്കെ വരുമാനം. അത് ഒരിക്കലും ശരിക്കുള്ളൊരു എന്താ പറയുക, ഒരു ഫെയർ ഇക്കണോമിക് മോഡലില് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരു 70,000 സീറ്റ് സ്റ്റേഡിയമുള്ള ബോക്ക ജൂനിയേഴ്സിനും 13,000 സീറ്റുള്ള ബോൺമത്തിനും ഒരേ വരുമാനം ഒരു കൊല്ലം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇക്കൊല്ലം ചിലപ്പോൾ ബോൺമത്തിന്റെ അധികമായിരിക്കും. അപ്പൊ അതൊരിക്കലും നടക്കാൻ പാടില്ല. പക്ഷെ അത് എന്തുകൊണ്ട് EPLന്റെ പോപ്പുലാരിറ്റി കാരണം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഇരുന്ന് കാണുന്ന കളിയാണ്. അത് അവര് ആ ടൈം സ്ലോട്ട് അവർ പിടിച്ചെടുത്തു. അവിടുത്തെ ടൈമിങ്സ് മാറ്റി. അവിടുത്തെ ഫാൻസിന് ശല്യമാണ് ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെ കളി കോഫി ഉണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലായി ഇന്ത്യയിലും ചൈനയിലും സിംഗപ്പൂരിലും ഒന്നും ആൾക്കാർ, UAE, സൗദി, ഇവിടെ ഒന്നും ആൾക്കാർ കാണാതെ നിങ്ങൾക്ക് പൈസ കിട്ടാൻ പോകുന്നു.